കോളേജ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾഡൻ പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പോൾ നമ്മുടെ കോളേജ് ലൈഫ് എന്ന് പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട്. ഇന്ന് നമ്മുടെ ഒപ്പം ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ ആണ് ഉള്ളത്. ഇലൈജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് തൃശ്ശൂരിന്റെ പ്രിൻസിപ്പൽ ആണ് നമ്മുടെ കൂടെ ഉള്ളത്, ഡോക്ടർ ആന്റണി വിനോദ് ജോർജ്. വെൽക്കം ടു ദ ഷോ ആൻഡ് ഐ സ്റ്റാർട്ട് ഓഫ് വിത്ത് എ ക്വസ്റ്റ്യൻ ടു യു സർ. സാറിന്റെ കോളേജ് ലൈഫ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഹൗ വർ ദോസ് ഡേയ്സ്? ഗുഡ് മോർണിംഗ്. ഞാൻ MBA പഠിച്ചിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്യാമ്പസസ് ഇൻ കേരള. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 650 ഏക്കേഴ്സിൽ പരന്ന് കിടക്കുന്ന ക്യാമ്പസ്. ബട്ട് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ക്യാമ്പസ്, ദാറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് സിനാരിയോ. ഇന്നുള്ളത് പോലെ തന്നെ ആഘോഷം വേറെ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ് നമ്മുടെ. ആ ഒരു സമയത്ത് ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പസ്, ഇതേപോലെ തന്നെ ഫിലിം ഷോസ്, ഒരുപാട് ക്യാമ്പസിനെ ലൈവാക്കി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള മ്യൂസിക്കൽ പ്രോഗ്രാംസ്, കവിതാ പാരായണങ്ങൾ, അങ്ങനെ വേറൊരു രീതിയിലായിരുന്നു. ഇന്ന് ക്യാമ്പസ് ഒരു അടിച്ചുപൊളിയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ രീതികളിൽ ടോട്ടലി വ്യത്യാസമായിരുന്നു. അന്ന് നമ്മൾ ജീവിതത്തെ മുന്നിൽ കണ്ട് കുറച്ചുകൂടി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്കായിരുന്നെങ്കിൽ ഇന്ന് ജീവിതം ആകെ ഒരു അടിപൊളി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതാണ് അന്നും ഇന്നും തമ്മിൽ ഞാൻ കാണുന്ന വ്യത്യാസം. ഇന്നാണെങ്കിലും കുട്ടികളുടെ ഒപ്പം നിന്ന് അവരോടൊപ്പം ജീവിതം ആസ്വദിക്കാൻ പറ്റുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് സിനാരിയോ. I am really enjoying campus life even as a principal. അല്ല, ഞാനിപ്പോ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ കോളേജ് ലൈഫിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റില്ല, അല്ലേ സർ? 100%. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു വിദ്യാർത്ഥിയായിട്ടും ഇന്ന് ഒരു പ്രിൻസിപ്പൽ-ആയിട്ട് യു ടോൾഡ് us the differences. പക്ഷെ ചലഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ എല്ലാവർക്കും അവരുടെ തൊഴിൽ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സാറെ സംബന്ധിച്ചോളം ഈ ഒരു ജോലിയിൽ സാർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ഇന്നത്തെ സമയത്ത് വിദ്യാർത്ഥികളുടെ ഒരു മനോഭാവം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഏറ്റവും ഡിഫൈൻ ചെയ്ത് വരേണ്ടതും ഈ ആറ്റിറ്റ്യൂഡാണ്. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ പരാജയത്തിനും വിജയത്തിനും ഇടയ്ക്ക് നിൽക്കുന്നത് എന്താണോ അതാണ് ആറ്റിറ്റ്യൂഡ്. ഇഫ് യു ഹാവ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ദ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഓഫ് കോഴ്സ് സക്സസ് വിൽ ബി വിത്ത് യു. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ ഏറ്റവും ധൈര്യമായിട്ട് നേരിടാൻ പറ്റും എന്നുള്ളത്, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. യു ഹാവ് ടു ഹാവ് ദ റൈറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. Life is with you. Exactly. And on that note, we are moving over to our next song on Club FM 104.8. ഇതിനേക്കാട്ടിലും ഒരു ബ്യൂട്ടിഫുൾ തോട്ട് തൽക്കാലം നമുക്ക് ആർക്കും കിട്ടാനില്ല. It's all in the attitude. Stay tuned for more. This is Club FM 104.8. ടൺ കണക്കിന് ഫൺ. സോ ഈ പേര് കോളേജിന്റെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് വേറെ ഒരു സംഭവം കൂടി ഞാൻ കേട്ടിട്ടുണ്ട്, അതൊന്ന് ഷെയർ ചെയ്യാമോ? Okay. When we talk about the term ELIMS, Emerging Leaders with International Management Standards, അന്താരാഷ്ട്ര നിലവാരമുള്ള മാനേജ്മെന്റ് നിലവാരമുള്ള വ്യക്തികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് എലിംസിന്റെ മോട്ടോ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ അനേക വർഷങ്ങളിലായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് MBA കോളേജാണ് എലിംസ്. കഴിഞ്ഞ 22 വർഷമായിട്ട് ഏറ്റവും ആക്റ്റീവായിട്ട് ഈ പറയുന്ന മാനേജ്മെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ എലിംസ് ഉണ്ട്. 1800-ലധികം കുട്ടികൾ ക്യാമ്പസിൽ നിന്ന് പാസ്സായി പോയിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ പല കമ്പനികളിലും ഏറ്റവും നല്ല പോസ്റ്റുകൾ തന്നെ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3 കാര്യങ്ങൾ: നോളജ്, സ്കിൽ എൻഹാൻസ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ആറ്റിറ്റ്യൂഡ് വെൻ ഇറ്റ് കംസ് ടു മോഡേൺ ഡേ മാനേജ്മെന്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല കോളേജസിലും നോളജ് ധാരാളമായിട്ട് എല്ലാവരും തരുന്നുണ്ട്. ഇൻഫാക്ട് നമുക്ക് ഇന്റർനെറ്റ് തുറന്നു നോക്കിയാൽ എന്തോരം നോളജ് ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. ബട്ട് ലൈക്ക് യു സെഡ്, ആറ്റിറ്റ്യൂഡ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ഐ തിങ്ക് എലിംസിൽ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു എഫേർട്ട് ഇടുന്നുണ്ട്. സോ അതെന്താണ് ആ ഒരു എക്സ്ട്രാ എഫേർട്ട്? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്നുള്ളത് ഇപ്പം ഫൈനാൻസ്, HR, മാർക്കറ്റിംഗ്, ഇന്നത്തെ മോഡേൺ വേൾഡ് ടെക്നോളജീസ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഡാറ്റ അനലിറ്റിക്സ്, ലോജിസ്റ്റിക്സ്, ഇതെല്ലാം നോളജിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒപ്പം തന്നെ യു ഹാവ് ടു ബി ലാർജ്ലി ഫോക്കസിങ് ഓൺ സ്കിൽ എൻഹാൻസ്മെന്റ്. അതിനു വേണ്ടിയിട്ട് എലിംസ് കൊടുക്കുന്നത് പല രീതിയിലുള്ള ട്രെയിനിങ്സ് ആണ്. അതിൽ പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് ഉണ്ട്, ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. ഇതിലെല്ലാം കൂടുതലായിട്ട് എപ്പോഴും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആക്ടിവിറ്റി ഓറിയന്റഡ് ലേണിംഗ്, ലേൺ ബൈ ഡൂയിങ്. എന്ത് കാര്യവും ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എലിംസിന്റെ മോട്ടോ. നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും വി ബി ഹാവിംഗ് ഇന്റേണൽ മാനേജ്മെന്റ് മീറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്റേണൽ മാനേജ്മെന്റ് മീറ്റ്? നമുക്കറിയാം, മാനേജ്മെന്റ് മീറ്റ് എന്ന് പറയുന്നത് MBA വിദ്യാഭ്യാസത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കുട്ടികൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അവർക്ക് പറയാനുള്ളത്, അവർക്ക് പ്രസന്റ് ചെയ്യാനുള്ളത് ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. അവിടെ നിന്ന് അവർക്ക് കുറെ അനുഭവങ്ങൾ കിട്ടുന്നു. ആ അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ MBA വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എല്ലാവർക്കും ഒരുപക്ഷെ അതിനുള്ള അവസരങ്ങൾ കിട്ടില്ല, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അതിനുള്ള അവസരങ്ങളുണ്ട്.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ മാനേജ്മെന്റ് മീറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ ക്യാമ്പസിൽ അത്തരം ആക്ടിവിറ്റീസ് നടക്കും. അത് കുട്ടികളെ എൻഹാൻസ് ചെയ്യുന്നത് പല രീതിയിലാണ്. ഒന്ന്, അവരുടെ മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കണം, ഏതെല്ലാം രീതിയിൽ തീരുമാനങ്ങൾ എടുക്കണം, എവറിത്തിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ. സോ അത്തരം കാര്യങ്ങളിൽ these internal management activities will 100% help them. Definitely. Another important thing, of course, as I said, regarding the training activities. പണ്ടത്തെ പോലെയല്ല, ഇന്ന് you have to really give proper training to the students. പണ്ട് നമ്മൾ ക്ലാസ്സിൽ വരുന്നു, കേൾക്കുന്നു, തിരിച്ചു പോകുന്നു. But now if you have to be placed, you have to have 100% true trainings by experts from the field. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം we'll be having regular interaction with management personalities from various industries. We will visit corporates. പല കമ്പനികൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്നു. അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്നു. അത്തരത്തിൽ മൊത്തം ഒരു മാനേജ്മെന്റ് പേഴ്സൺ ആക്കിയിട്ട് നമ്മുടെ MBA സ്റ്റുഡൻസിനെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ജോലി ആയിപ്പോയി, അല്ലെങ്കിൽ ഒന്ന് വന്ന് കോളേജിൽ പഠിക്കാന്നൊക്കെ മനസ്സിൽ ആഗ്രഹം തോന്നി പോകുന്നു. അല്ല, അങ്ങനെ ഒരു വിഷ്വൽ പിക്ചർ ആണ് നമുക്ക് തന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോയി ഒരു എവറി 2 വീക്സ് ഇങ്ങനെ പരിപാടികൾ നടക്കുന്നു. ഭയങ്കര ജോഷായിരിക്കും അല്ലെ? 100%. See, the campus is live. If you are having a 100% live campus, things are totally different. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അത് there is no compromise. But apart from it, you have to be really 100% focusing on your skill enhancement, attitude redefinement. ഇതിനു വേണ്ടിയിട്ട് we will be having continuous activities in the campus. പണ്ട് നമുക്ക് വർഷത്തിൽ ഒരിക്കലും ഒരു ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ, മേ ബി വൺസ് ഇൻ ആർട്സ് ഡേ ഓർ സ്പോർട്സ് ഡേ. ഇന്ന് ELIMS is a 100% live campus. Every day you have something to celebrate in the campus. We'll be having music, we'll be having art shows, we'll be having film shows, we'll be having theater activities, lots of things. And we make it 100% live. And this is the base for ELIMS to be successful. ശരിക്കും ഒരു ബോളിവുഡ് സിനിമയിലെ കോളേജ് കാണിക്കുന്ന പോലെ ഒരു ഫീൽ ആണ് നമുക്ക് കിട്ടിയത്. And on this note, we are moving over to our next song on Club FM 104.8. തീർച്ചയായിട്ടും ഓരോ നിമിഷവും ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ ഓരോ ദിവസവും ഒരു സെലിബ്രേഷൻ ആക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അങ്ങോട്ട് വരാനായിട്ട് തോന്നും. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും എന്ന് തോന്നുന്നു. സോ അതിനുള്ള വഴി എന്താണെന്ന് ചോദിക്കാം പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ്. തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൂടാതെ നോളജ്, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരു പാക്കേജ് ആയിട്ട് തരുന്നതാണ് ELIMS, അല്ലേ സർ? Thank you so much. You have defined exactly what is meant by the term MBA, and that is what we provide in ELIMS. ഞങ്ങൾ ELIMSൽ കൊടുക്കുന്നതും കുട്ടികളുടെ ഒരു ടോട്ടൽ വികസനത്തിന് വേണ്ടിയിട്ട് വരുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ്. Mostly these 3 things: knowledge, of course, very important; skill, very important; and most importantly, attitude. Yes, and today we are in conversation with the principal of ELIMS, Dr. Anthony Vinod George, ELIMS Thrissur. റൈറ്റ് ഹിയർ ഓൺ ക്ലബ് FM 104.8. ഞാൻ സ്മൃതിയാണ് നിങ്ങളുടെ കൂടെ. സോ ഇപ്പൊ നേരത്തെ സാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MBA എന്ന കോഴ്സിനെ പറ്റി ഡിഫൈൻ ചെയ്തിട്ട് ഞാൻ പോലും ആഗ്രഹിച്ചു ഒന്ന് തിരിച്ചു പോയിട്ട് കോളേജിൽ പഠിച്ചിട്ട് വന്നാലോ എന്ന്. അത്രയും രസമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ആ ഒരു 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് MBA ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. മീൻസ് എങ്ങനെയാണ്, വാട്ട് ഇസ് ദ പ്രോസസ് ഫോർ ഇറ്റ്? ഇസ് ദ ടൈം ഓവർ? ഇനിയും സമയമുണ്ടോ? എന്താണെന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? തീർച്ചയായിട്ടും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ MBAക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് ഓൾമോസ്റ്റ് ലൈക്ക് യു ബി ഹാവിംഗ് ടൈം till September. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് KMAT, അതായത് കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എല്ലാ വർഷവും 2 തവണയാണ് KMAT നടത്തുക. ആദ്യത്തെ KMAT ഫെബ്രുവരിയിൽ കഴിഞ്ഞു. ഇനി KMAT വരാൻ പോകുന്നത് ഈ മിക്കവാറും ജൂൺ മാസത്തിലായിട്ടായിരിക്കും. അതിന്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് മെയ് 9 വൈകിട്ട് 4 മണി വരെയാണ്. വളരെ കുറച്ച് സമയമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ, എസ്പെഷ്യലി ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഒരുപാട് സമയം ഇങ്ങനെ കാത്തിരുന്ന അവസാനം ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും KMATന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ ആ ഒരു മനോഭാവം കൂടി ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എത്രയും വേഗം KMATന് രജിസ്റ്റർ ചെയ്യുക. ഡിഗ്രിക്ക് 50% മാർക്കുള്ള ആർക്കും MBAക്ക് ജോയിൻ ചെയ്യാം. ഇന്ന കോഴ്സ് വേണമെന്നില്ല. എനി ഡിഗ്രി ഇസ് വെൽക്കം ഫോർ MBA. 50% മാർക്ക് എന്നുള്ളത് only for general category. For others, like that can be even 45%. But KMAT qualification, 10% marks, very mandatory from this year. And one more thing I have to make it very clear. നമ്മൾ പലരും തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയിട്ട് MBA ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോ ഈ വർഷം തൊട്ട് ഈവൻ തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും you have to write the management aptitude test. So why you have to go for Tamil Nadu or Kerala? Yeah, of course you have plenty of space here in Thrissur itself. So ELIMS ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും.
സോ അങ്ങനെ നാട്ടിൽ തന്നെ ഇത്രയും വേൾഡ് ക്ലാസ് ആയിട്ട് നമുക്ക് ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും ഒക്കെ കിട്ടുമ്പോഴത്തേക്കും വൈ നോട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് അവിടെ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും എലിംസിലും ഉണ്ടോ? We have all sorts of facilities. We have a wonderful hostel. We have transportation facility. നമുക്കൊരു 6 ബസ്സസ് നിയർ ബൈ പ്ലേസസ് എല്ലാം നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്നുണ്ട്. സോ ട്രാൻസ്പോർട്ടേഷൻ ഇസ് വെരി ഈസി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി തൃശ്ശൂർ ടൗണിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു MBA കോളേജാണ് എലിംസ്. AICTE അംഗീകാരമുള്ള തൃശ്ശൂർ ടൗണിലെ ഏക MBA കോളേജാണ് എലിംസ്. ഇവിടെ നിന്ന് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് വെറും 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന ദൂരത്തിലാണ്. വിമല കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് പൊങ്ങണങ്കാട്. അവിടെയാണ് എലിംസ് ഉള്ളത്. സോ ഫ്രം ടൗൺ ജസ്റ്റ് എ മാറ്റർ ഓഫ് 5 minutes or something like that. You can easily reach there. Okay. And ഇത് മാത്രമല്ല, നമ്മളിപ്പോ പഠിത്തം മാത്രമല്ല, ഇതെല്ലാം കിട്ടി കംപ്ലീറ്റ് ആണ്. നൗ നെക്സ്റ്റ് വി ആർ ഓൾ ലുക്കിംഗ് ഫോർ എ ജോബ് അല്ലെ? സോ പ്ലേസ്മെന്റ്സ് അതാണല്ലോ ഏറ്റവും ഹൈലൈറ്റ്. എല്ലാവരും പറയും 100% പ്ലേസ്മെന്റ്. സോ അങ്ങനെ ഞാൻ ഫിഗേഴ്സ് അല്ല ചോദിക്കുന്നത്. ബട്ട് ആക്ച്വലി ഒരു LIJ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സ് ദ ഗ്യാരണ്ടി സർ ദാറ്റ് യു വുഡ് സേ വി ഹാവ് ദിസ് കൈൻഡ് ഓഫ് എ പ്രോഡക്റ്റ് വി ആർ ഗിവിംഗ്? എങ്ങനെയാണ് സർ? See, normally all MBA colleges will say that, we have 100% placement, we give 100% guarantee and all those things. You just visit our website, elims.edu.in. കഴിഞ്ഞ 2 വർഷവും 100% പ്ലേസ്മെന്റ് കൊടുത്തിട്ടുള്ള ഒരേ ഒരു ക്യാമ്പസ് ആണ് എലിംസ്. ഈവൻ സെപ്റ്റംബറിൽ അവസാനിക്കുന്ന 2025 സെപ്റ്റംബറിൽ അവസാനിക്കുന്ന ഈ ഒരു ബാച്ചിലെ കുട്ടികളിൽ തന്നെ 90% ആർ ഓൾറെഡി പ്ലേസ്ഡ് ആൻഡ് ദാറ്റ് ടു ഇൻ വണ്ടർഫുൾ കമ്പനീസ്. ഐ വുഡ് സേ IT ബാങ്കിങ് മേഖലയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കമ്പനികളാണ് അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം അവർ ആക്ടിവിറ്റീസ് ആർ ഗിവിംഗ് us results. So of course, like the most important things are placements. നമ്മളെ സംബന്ധിച്ചിടത്തോളം we guarantee it not by words. You can see everywhere when it comes to our college website, when it comes to our all social media platforms, you can see all details regarding the placements. നമ്മളൊന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല. You can see that very much visible in all those places. അല്ല സാറിന്റെ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് that this is a fact. അതിൽ എനിക്ക് മാറ്റി വെക്കാൻ ഒന്നും ഇല്ല എന്നുള്ളത്. സോ എന്തായാലും നിങ്ങൾക്ക് ഇനി നമ്മുടെ എലിംസിന്റെ ഭാഗമാകണം എന്നുണ്ടെങ്കിൽ you want to be a part of this college, വളരെ സിമ്പിൾ ആണ്. ഇവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. Website is elims.edu.in. Contact number? You can contact 98467322202. ഓക്കെ. സോ എന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഒരു സംശയവും വേണ്ട. സോ കൂടുതൽ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെയും വിളിച്ച് ചോദിക്കാം. നമ്മൾ ഫർദർ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും to our number 048724710448. And on that note, over to our next song on Club FM 104.8. Stay tuned. At the same time, render praise to give them the real idea how to live in the world, and more to that, ഏറ്റവും important, most experienced when it comes to academics, when it comes to corporate life. Both we give very, very, very important. അപ്പോൾ എന്തായാലും നോളജ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലേസ്മെന്റ്സ് ഉണ്ട്. വാട്ട് മോർ കെൻ യു ആസ്ക് ഫോർ? ആൻഡ് ഓഫ് കോഴ്സ് ഓൾ ദി ഫൺ ആൻഡ് ഗെയിംസ് ഇൻവോൾവ്. സോ വെൽ, ഇത്രയും നേരം നമ്മുടെ കൂടെ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ വീണ്ടും അങ്ങനെ ഒരു തോട്ടാണ് ഒന്ന് കോളേജ് ലൈഫ് ആസ്വദിക്കണം എന്ന്. Always welcome. Anytime. MBA can be learned at any time. You're welcome. Exactly. So അങ്ങനെ ഒരു പ്രായം ഇല്ലാത്തൊരു കോഴ്സാണ്. And on that note, thank you so much, sir, for being with us. ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ. Thank you so much. Thank you very much. Thank you very much, Club FM. 10 കണക്കിന് ഫണ്ട്.